നമുക്കറിയാം തേർഡ് ഐ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതിനെ ഒരു പർട്ടിക്കുലറിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് തേർഡ് ഐ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിലേക്ക് ശ്രദ്ധ അകത്തോട്ട് കണ്ണുകൾ വലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ പുറത്തോട്ട് തുറന്ന കണ്ണിനെ അകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പല കാര്യങ്ങളും തെളിഞ്ഞു വരും. ഇതാണ് തേർഡ് ഐ എന്ന് പറയുന്ന സാധനം. അല്ലാതെ ഒരു കണ്ണൊന്നുമല്ല, അത് ഒരു പ്രത്യേക കണ്ണോ അല്ല തീനാളം വരുന്ന ഇങ്ങനൊന്നും അല്ല. ഇത് വേറെ ഒന്നുമല്ല, അകത്തോട്ടുള്ള നമ്മുടെ കണ്ണിനെ മാത്രമാണ് പറയുന്നത്. അപ്പോ ഈ സംഭവത്തെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, റെഡിയാണോ? എല്ലാം റെഡിയാണല്ലോ? ഓക്കെ, സമയമായി 10 മിനിറ്റേ ഉള്ളൂ. ഇത് ചെയ്യാൻ 10 മിനിറ്റ് വേണം. ഇൻഡ്യൂഷൻ പവർ കൂട്ടാൻ കൂടുതലായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, കൂടുതലായിട്ട് നിങ്ങൾ ഇതിൽ കളിക്കണ്ട. കാരണം കൂടുതൽ കളിച്ചാലും തേർഡ് ഐ ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്, അതേപോലെ ബെനിഫിറ്റും പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശിവനെ ഓർത്താൽ മതി. ഒരേ സമയത്ത് രുദ്രനും ഒരേ സമയത്ത് ഇതുമാണ് എന്നുള്ള അറിയാലോ. അതുകൊണ്ട് അതേ രീതിയിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ആക്ടിവേഷനിൽ പോയാൽ മതി. എല്ലാം റെഡിയാണോ നോക്കിക്കോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചെയ്യാം. ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഇപ്പൊ ചെയ്യാൻ ചെറിയ പരിമിതികളുണ്ട്. കാരണം പരിമിതി നിങ്ങൾക്കുണ്ട്, എനിക്ക് ഒന്ന് വിളക്കെടുത്തു. ഹലോ, വിളക്കെടുത്തു. വിളക്ക് ചില പരിമിതികളുണ്ട്. ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇല്ല, നിങ്ങൾ പിന്നെ ചെയ്തോളൂ. ഞാൻ ഈ വീഡിയോ തന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ അതിന്റെ പാർട്ട് ഇൻവോൾവ് ചെയ്ത് തരാം. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഇപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ മുൻകൂട്ടി പറയാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു തടസ്സം ഉണ്ടാവും. ഇതിനു വേണ്ടി 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. വ്യക്തമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിലെ പെന്നും പേപ്പറിൽ നിങ്ങളുടെ ആവശ്യം വ്യക്തമായി എഴുതിക്കോളൂ. യാതൊരു ഇതുമില്ല, ഞാനും നിങ്ങളെ കൂടെ എഴുതുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതായത് ഇന്ന് നേടേണ്ടതോ നാളെ നേടേണ്ടതോ ഒരാഴ്ചക്കകത്തോ നേടേണ്ടതായ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആവശ്യം. അത് പണമാവാം, ബന്ധമാവാം, ആരോഗ്യമാവാം, ലക്ഷ്യമാവാം, എനിത്തിങ്. നിങ്ങൾക്ക് ഈ ചെറിയ സമയം കൊണ്ട് നേടേണ്ട ഒരു കാര്യത്തെ നിങ്ങൾ എഴുതുക. പണമാണെങ്കിൽ പണം എഴുതുക, മറ്റെന്ത് ഘടകമാണോ വേണ്ടത് അത് കൃത്യമായി എഴുതുക. ആഗ്രഹം, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഗിരിജയാണെങ്കിൽ ഗിരിജ എഴുതിക്കോ, ഈ ആഴ്ച എനിക്ക് ഇത്ര രൂപയുടെ സെയില് നടന്നു എന്ന് എഴുതിക്കോ കൃത്യമായിട്ട്. ലോട്ടറി അടിക്കേണ്ട ആൾ എഴുതിക്കോ, എനിക്ക് 10,000 രൂപയുടെ ലോട്ടറി അടിച്ചു എന്ന് എഴുതിക്കോളൂ. അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആർക്ക് അടിക്കുന്നത്. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ കൃത്യമായി അത് എഴുതിക്കോ. ദേവിയാണെങ്കിൽ എഴുതിക്കോ, എനിക്ക് പുതിയ 5 കസ്റ്റമർ കിട്ടുകയും 25,000 രൂപയുടെ കച്ചവടം നടക്കുകയും എഴുതിക്കോ. ഏതായാലും ആരുടെയാന്ന് സ്വർണ്ണമാല കളഞ്ഞു പോയത് പറഞ്ഞ് സ്വർണ്ണമാല കളഞ്ഞു പോയത് അത് എഴുതിക്കോ. എന്റെ സ്വർണ്ണമാല തിരിച്ചു കിട്ടിയെന്ന് എഴുതിക്കോ. ഇത്രാം തീയതി എന്റെ സ്വർണ്ണമാല തിരിച്ചു കിട്ടിയെന്ന് എഴുതിക്കോ. ഒരാളെ ഓർത്തിങ്ങനെ ഒരാളെയും പറയാണ്. കാരണം ഇത് ചെറിയ ഷോർട്ടാണ്, ഒരെണ്ണം എഴുതിയാൽ മതി. ഒരു ലിസ്റ്റ് ഒന്നും എഴുതി തയ്യാറാക്കില്ല. കാരണം ഒന്ന് ചെറുതൊന്ന് ഇതെല്ലാം 2 ദിവസം കൊണ്ടൊക്കെ നേടാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ എഴുതിയല്ല, പിന്നെയും ചെയ്ത് എപ്പോഴും ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സാധനം നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴാണോ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം പറയാൻ മറന്നത്. നോക്കൂ, തൃശ്ശൂര് പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല, മറന്നുപോയല്ലേ? തൃശ്ശൂർ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റം അല്ലെ. നമുക്ക് തിരുവനന്തപുരം വന്നവർ പറയേണ്ട ജീവിതത്തിൽ വലിയ മാറ്റം എന്ന് ഇപ്പോഴും പറഞ്ഞു. വലിയ മാറ്റത്തിന് തയ്യാറായിക്കൊള്ളുക. ഒരു അടിപൊളി, ഇതുപോലെ കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു അടിപൊളി പ്രോഗ്രാമുമായിട്ടാണ് വരുന്നത്, ഒരു ടെക്നിക്കുമായിട്ടാണ് വരുന്നത്. അതിന് മുമ്പേ ഉള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് ഇതൊക്കെ. അന്ന് കിടിലമായ 1 മണിക്കൂർ സമയം നിർത്തി നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ടെക്നിക്കുമായിട്ട് വരുന്നത്. ആ സാധനം നിങ്ങളെ കയ്യിൽ തരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയാ, ബ്ലാസ്റ്റ് ഓഫിന് തയ്യാറായിട്ട് മാത്രം തിരുവനന്തപുരത്ത് തൃശ്ശൂരേക്ക് വന്നാൽ മതി. കാരണം 2 കാര്യങ്ങളാണ് അല്ലെ. ഒന്ന് സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൂരത്തിന്റെ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നമ്മുടെ ലൈഫ് അങ്ങ് മാറും.
അത് മാറാനുള്ള സംഭവം എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പറയില്ല. ഇപ്പൊ അതിനടുത്ത് നടക്കുന്നതൊക്കെ ചെറിയ ചെറിയ സാമ്പിൾ വെടിക്കെട്ടുകളാണ് എന്ന് മാത്രം. ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ആയ പോലെ തിരുവനന്തപുരം നിങ്ങൾ ബാക്കിൽ സീറ്റ് വന്നു എന്നൊന്നും പറഞ്ഞ് പരാതി പറയരുത്. ആദ്യം പേയ്മെന്റ് തന്ന് സീറ്റ് ബുക്ക് ചെയ്തവർക്ക് 50% പേയ്മെന്റ് തന്നവർക്ക് സീറ്റ് അലോട്ട് ചെയ്യും. ഫസ്റ്റ് കം ഫസ്റ്റ്. ഫസ്റ്റ് വന്നവർക്ക് ഫസ്റ്റ് സീറ്റ്, ലാസ്റ്റ് വന്നവർക്ക് ലാസ്റ്റ് സീറ്റ്. അവസാനം ലാസ്റ്റ് വന്നിട്ട് ബാക്കിൽ സീറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിലോട്ട് ഇറങ്ങി വരില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, കുറച്ചൊക്കെ ഞാൻ വന്നു, കാരണം ക്യാമറയിലും സൂം മറ്റുള്ളവർക്ക് ശരിയായി നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പിറകിലോട്ട് ഇറങ്ങി വരുന്നത് ലാസ്റ്റേ വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫ്രണ്ടിൽ മാക്സിമം, ഇനിയിപ്പോ കുറെ ആൾക്കാരായിരിക്കും, 19 പേരായി കഴിഞ്ഞു ഇപ്പൊ തന്നെ. ബാക്കിയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്തോളുക. ഗായത്രി ഭർത്താവിനെയും കൂട്ടി സുരേഷ് പറയാൻ ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവ് വന്നിരിക്കുമല്ലോ, അതിലെന്താ സംശയം? ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് രണ്ടുപേരും നമ്മളിവിടെ കാണാം കേട്ടോ. ഇതുപോലെ കുറെ ഭർത്താക്കന്മാരൊക്കെ വന്നിട്ട് മാറിപ്പോ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയവരുണ്ട്. ഓക്കെ, അപ്പോ സാധിക്കുന്നവർ മാത്രം മതി. സാധിക്കാത്തവർ സന്തോഷത്തോടെ താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞോളൂ. എല്ലാവർക്കും എല്ലാം സാധിക്കില്ലല്ലോ, നോ പ്രോബ്ലം. അപ്പോ എത്ര ഡേറ്റ്? ഏപ്രിൽ 6-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 6-ാം തീയതി. ഹോട്ടലിൽ ഫിക്സ് ചെയ്തിട്ടില്ല. 2 ഹോട്ടലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഹയാത്ത് വേണോ മറ്റേ വേണോ എന്നുണ്ട്. ഹയാത്തിനുള്ള ആൾക്കാരാണ് ഹയാത്ത് നോക്കാം, അവർ കുറച്ചും കൂടി ആൾക്കാർ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ്, നിങ്ങൾക്ക് ഹൈ ഫൈവ് ആയിട്ട് വേണമെങ്കിൽ ഹയാത്തിൽ അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഹയാത്തിൽ ഇരിക്കാം. അല്ലെങ്കിൽ തൊട്ട് വേറെ ഹോട്ടലായിരിക്കും. എന്തായാലും നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ഒരു കാര്യം എഴുതുക. ഒക്കെ സുധീഷ് ഒന്ന് അഡ്മിനെ വിളിച്ച് സംസാരിച്ചോളൂ കേട്ടോ, ഫീസും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഓ, അമേസിങ് ആൾക്കാരാണ്. 300+ ആൾക്കാർ ഇന്ന് ലൈവില്ല. നിങ്ങൾ ഇതെല്ലാം നാളെ യൂട്യൂബിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അത്ര ഈസി ആയിരിക്കില്ല. ഒരു സാധനം നിങ്ങൾക്ക് ഇല്ല. തൃശ്ശൂർ ഞാൻ മുമ്പ് വന്നിട്ടില്ല. ഇതിനു മുമ്പ് ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതിൽ ഒരു വസ്തു നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് എടുക്കാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇത് നാളെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ പഠിച്ചു വെക്കുക. വേണമെങ്കിൽ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും പറഞ്ഞുതരാം, രണ്ടും പറഞ്ഞുതരാം. ഏറ്റവും എഫക്റ്റീവ് ആകുന്ന രീതി നിങ്ങൾക്ക് രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന അത് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ ഒരു കാര്യം എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ്. ഇനി ടൈപ്പ് ചെയ്ത് കേട്ടോ, നമ്മൾ വളരെ ഫോക്കസ് ചെയ്യാൻ പറയാൻ പോകുന്ന കാര്യം. ഓക്കെ, ഇനി മറ്റാരും ടൈപ്പിങ്ങിലേക്ക് പോകരുത്, ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങൾ കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ബ്രീത്തിങ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ് ഒരു 21 തവണ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി ശാന്തമാക്കുന്നിടത്തേക്ക് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എഴുതിയ ആഗ്രഹത്തെ ശരിക്കും മനസ്സിൽ കൊണ്ടുവരിക. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞൊരു കാര്യം, എന്റെ പർട്ടിക്കുലർ ആയിട്ട് ഒരു സംഭവം നടക്കണം. ആ സംഭവത്തെ മനസ്സിൽ പൂർണ്ണമായി കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഒരു ടെക്നിക്ക്, രണ്ടെണ്ണം എന്തിനാ പറഞ്ഞു വെച്ചാൽ ഏതാണ് കൂടുതൽ ആൾക്കാരെ എഫക്റ്റീവ് ആവുന്നത് വെച്ചാൽ, ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക, അല്ലെങ്കിൽ ശുദ്ധ വെളിച്ചെണ്ണ ചേർത്ത് നിലവിളക്ക് വെക്കുക. ഏറ്റവും നല്ല മെഴുകുതിരിയാണ്, എളുപ്പമാണല്ലോ നമ്മൾ. ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ബ്രീത്തിങ് അയച്ച ശേഷം കണ്ണുകൾ അടച്ച് മൂന്നാമത്തെ കണ്ണിലേക്ക് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മുടെ ഫേസ് മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ തേർഡ് ഐയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. വലിയ ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്ര ചെയ്തിട്ട് മുകളിലോട്ട് നോക്കിയാൽ തന്നെ അപ്പോഴേക്കും നമ്മുടെ ഈ 2 കണ്ണുകളും നമ്മുടെ തേർഡ് ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. അവിടെ ചെയ്തതിന് ശേഷം ആ കണ്ണിൽ നിങ്ങൾ കൃത്യമായി ആഗ്രഹിച്ച കാര്യത്തെ കാണുക. അത് കൃത്യമായി അവിടെ തന്നെ കാണുക. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട നിലവിളക്കും ആ നിലവിളക്കിന്റെ വെളിച്ചവും ഈ കാര്യവും ആ കണ്ണിൽ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിററിൽ എങ്ങനെയാണോ കാണുന്ന ഇതുപോലെ കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നമ്മൾ ഇതിന്റെ കൂടെ ഒരു മ്യൂസിക് തരുന്നുണ്ട്. അത് ഹെഡ്ഫോൺ വെച്ച് ആ മ്യൂസിക് കേൾക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. 3 മിനിറ്റ്, 6 മിനിറ്റ്, 9 മിനിറ്റ്. ഇത് ഓരോ ആൾക്കും വേണമെങ്കിൽ മാറി മറിച്ചാൽ 3 മിനിറ്റാണ് ഞാൻ ഇവിടെ സമയം തരുന്നത്. കാരണം ഒരുപാട് സമയമില്ല, 3 മിനിറ്റ് ചെയ്യുന്നു. ചിലവർക്ക് 3 മിനിറ്റിൽ ഇത് 3 കണക്റ്റായി കിട്ടില്ല. കാരണം പീനിയൽ ഗ്ലാൻഡ്
ശരിയായി ഫങ്ഷൻ ചെയ്യാത്ത ബ്രെയിനിനകത്ത് 3 മിനിറ്റ് കൊണ്ട് കിട്ടില്ലെങ്കിൽ അവർ 2 പ്രാവശ്യം അത് ചെയ്തോളൂ, റിപ്പീറ്റ് ചെയ്തോളാം. അത് കിട്ടില്ലെങ്കിൽ 6 മിനിറ്റ് 9 മിനിറ്റ് ചെയ്തോളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല, അതിന് ഒരു ഹാംഫുള്ളും ഇല്ല. ഈ ഒരു സാധനത്തെ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ അത് ഞാനൊരു വീഡിയോ ചെറിയ കാര്യങ്ങളുണ്ട്, അതുപോലെ നിങ്ങളിത് തേർഡ് ഐയിൽ കാണുക, എന്നിട്ട് അങ്ങനെ ഇരിക്കുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. എന്തിനാണ് നിലവിളക്കെന്ന് വെച്ചാൽ ആ വെളിച്ചം, ഒറിജിനൽ ആയിട്ടുള്ള വെളിച്ചം നിങ്ങളുടെ മിറർ പോലെ നിങ്ങളുടെ തേർഡ് ഐയിൽ കാണും എന്നുള്ളത് കൊണ്ടാണ് നിലവിളക്ക്. ഇനി അഥവാ അതില്ലേ, അല്ല നിലവിളക്കോ മെഴുകുതിരിയോ ഇതില്ലേയും കുഴപ്പമില്ല, ഞാനിവിടെ തരുന്ന വീഡിയോയിൽ മാത്രം ഫോക്കസ് ചെയ്ത് തന്നാൽ മതി. ഇതിലും വീഡിയോയിലും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ ഞാൻ മറ്റേത് പറയാന്ന് വെച്ചാൽ വീഡിയോയിൽ തന്നെ നോക്കി നിൽക്കാൻ പറ്റില്ല നമുക്ക്, അല്ലെ? അപ്പൊ നമുക്ക് കണ്ണ് തുറന്നിരിക്കണം. അപ്പൊ കണ്ണ് തുറന്ന് ഇപ്പൊ ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രശ്നമുള്ളൂ. രണ്ടാമത്തെ വിഷയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ നിങ്ങളുടെ കണ്ണിൽ പതിഞ്ഞിരിക്കും. ഇത്രയും ലളിതമാണ് പരിപാടി. ഒന്ന് ട്രൈ ചെയ്യാം. റെഡിയാണോ? അല്ലേ? യെസ്. വളരെ 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 ലളിതമായ ഒരു പരിപാടിയാണ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സെറ്റ് ചെയ്തോളൂ. ചിലപ്പോ നാളെ രാവിലേക്ക് തന്നെ സാറേ എനിക്കത് കിട്ടി എന്ന് പറയുന്ന അവസ്ഥ ഞാൻ കേൾക്കാൻ ഞാനിടെ അല്ലെ 2 കാതുകളും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഞാൻ കേട്ടെന്ന് വരില്ല. കാരണം ഓഫീസ് വർക്കിന്റെ ഇടയിൽ പേഴ്സണൽ മെസ്സേജ് കേൾക്കാൻ പറ്റുന്നില്ല, സമയമില്ല. അതുകൊണ്ട് ആകെ ഉള്ള പരിപാടി ഇത്രയാണ്. മെഴുകുതിരി ഞാനിപ്പോ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്, മെഴുകുതിരി കൃത്യമായി കത്തിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ എല്ലാവരും. ഇന്ന് കണ്ണടച്ചിരുന്നോളൂ. നിങ്ങളുടെ ആഗ്രഹം ശരിക്കും മനസ്സിൽ സെറ്റ് ആകണം. 1 കോടി എഴുതിയവർ കോടി തന്നെ എഴുതിക്കോളൂ, ഒട്ടും കുറക്കണ്ട. 1 കോടിയുടെ ലോട്ടറി അടിച്ച് നാളെ മറ്റന്നാൾ ലോട്ടറി ഉണ്ടോ, അടിക്കുന്നുണ്ടോ? ഉണ്ടോ? കേരളത്തിൽ എങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതന്നെ വെച്ചോളൂ, എനിക്ക് തന്നെ കിട്ടിയെന്ന് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. സംഭവിക്കുന്ന അത്രയും ഇതായി സംഭവിക്കും. 100% റിസൾട്ട് ഉണ്ടാക്കുന്ന അതിപുരാതനമായ ഒരു ടെക്നിക്കാണ് തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അതിപുരാതന. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് നൗ. കണ്ണുകൾ ശരിക്കും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. 21 ടൈംസ് നല്ല ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് ശരീരത്തെ പൂർണ്ണമായിട്ടും റിലാക്സ് ആക്കുക. മെഡിറ്റേഷൻ പഠിക്കുന്നവർക്ക് അറിയാം കൃത്യമായിട്ടും എങ്ങനെയാണ് ശ്വാസോച്ഛ്വാസം ശരിക്കും നടക്കുന്നതെന്നും അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ മാറ്റം വരുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഇത് ചെയ്യാൻ പാകമില്ലാത്ത ആൾക്കാർ നാളെ രാവിലെ യൂട്യൂബിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങൾ ആഗ്രഹങ്ങൾ പക്ഷെ ഒരു കാര്യം ചേർത്ത് പറയാം, തേർഡ് ഐ ആണ്, കുറച്ച് ദൈവികമാണ് കാര്യങ്ങൾ. നമുക്ക് നേടേണ്ട കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സത്യസന്ധതയില്ലാത്ത ഒരു കാര്യത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ വിരോധമായ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് സത്യസന്ധമായി നേടേണ്ട കാര്യത്തിന് മാത്രമേ ചെയ്യാവൂ. ദൈവികത അത്രയും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോയിലേക്ക് തന്നെ നോക്കിയിരിക്കുക, ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് ഐ മുകളിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ല വീഡിയോ നോക്കേണ്ടവർക്ക് വീഡിയോ തന്നെ നോക്കിയിരുന്ന് അതേ മ്യൂസിക് ലയിച്ചാൽ മതി. എല്ലാ ഓപ്ഷൻസും ഇവിടെ ഓപ്പൺ ആണ്.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ സമയം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഇത്രയും ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം ഇത്രയും ചെയ്താൽ മതി. ഒന്നിക്കൽ ആ വിളക്ക് ഇതിൽ നോക്കി നിൽക്കുക, ഫോക്കസ് തെറ്റരുത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കരുത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സമയം തന്നത്. 3 മിനിറ്റ് നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തേക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചാൽ, 3 മിനിറ്റ് നേരം നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും മതി. നമുക്ക് അത്രയും ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇതിനേക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കുക. ചിലവർക്ക് പെട്ടെന്ന് നടക്കും, ചിലവർക്ക് പീനിയഡ് ഗ്ലാൻഡ് ഇത്രയും ആക്ടിവേറ്റ് അല്ലെങ്കിൽ സമയമെടുക്കും.